ശ്രീകാര്യം കൊലപാതകത്തിൽ 7 പ്രതികളുണ്ടെന്ന് ഡിജിപി. 6 പേർ കസ്റ്റഡിയിൽ. പ്രധാന പ്രതിയായ മണിക്കുട്ടൻ ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതം. അതേസമയം ബിജെപി ഹർത്താൽ സംസ്ഥാനത്ത് തുടരുന്നു. 3 ദിവസത്തേക്ക് തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 6 പേർ കസ്റ്റഡിയിലുണ്ടെന്ന് ഡിജിപി തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. സ്വാമി, ഇതിനകത്ത് RSS പ്രവർത്തകൻ രാജേഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആകെ 7 പ്രതികൾ ആണ് ഉള്ളതെന്നാണ് DGP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 6 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഒരാളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടുമെന്നും DGP അറിയിച്ചു. പ്രതികളെല്ലാം തന്നെ പിടിയിലായ ശേഷം ചോദ്യം ചെയ്യലും കൂടെ സമാപിച്ച ശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാം എന്നുള്ള ഒരു നിഗമനത്തിൽ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ DGPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പിടിയിലായി പോലീസ് IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, പ്രത്യേക പോലീസ് സംഘമാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുന്നത്. പിടിയിലായത് ഇതിലെ പ്രധാന കണ്ണിയായ മണിക്കുട്ടൻ. ഈ മണിക്കുട്ടൻ നേരത്തെ ഗുണ്ട ആക്ട് പ്രകാരം നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൂടെയാണ്. മണിക്കുട്ടൻ, അതിനു പുറമെ ഗിരീഷ്, മഹേഷ്, പ്രമോദ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ഇവരെ കാട്ടാക്കട വെച്ചാണ് പിടികൂടിയത്. കാട്ടാക്കട പുലിപ്പാറയിൽ നിന്നാണ് ഇവർ ഒളിവിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത്. ഇവിടെ നിന്ന് തന്നെ ഇവർ ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച 3 ബൈക്കുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതും ഇപ്പോൾ നന്ദാവനം പോലീസ് ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനും തെളിവെടുക്കാനും ഉള്ള സാധ്യതയും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DGP പറഞ്ഞിരിക്കുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അക്രമം നടത്താനോ അക്രമം അഴിച്ചുവിടാനോ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും. അതിനുവേണ്ടി ആരും മുതിരരുത്. അത്തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും ശക്തമായ നിയമ നടപടിക്ക് വിധേയമാകേണ്ട കുറ്റമായി തന്നെ വരുന്നു. അത് ആ രീതിയിൽ തന്നെ പോലീസ് കാണുന്നുണ്ട്. അതിനുവേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങളും അതിനെ കണക്ട് ചെയ്ത് വരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് പോലീസ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ തലസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് രാവിലെ ആരംഭിച്ച ഹർത്താലിൽ വ്യാപകമായി വാഹനങ്ങൾ തടയുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ BJP RSS പ്രവർത്തകർ കടന്നിരിക്കുകയാണ്. ബസ് സർവീസുകൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതുവരെയും ഒരു ഡിപ്പോയിൽ നിന്ന് പോലും സർവീസ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പല കേന്ദ്രങ്ങളിലും അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ കൂടുതൽ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട്, പോലീസ് ആക്ട് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. നേരത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു, അത് ഇന്ന് അവസാനിക്കേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്താണ് 3 ദിവസത്തേക്കൂടെ നിരോധനാജ്ഞ നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് സിറ്റി പോലീസ് കമ്മീഷണർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹർത്താൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വ്യാപകമായ രീതിയിലുള്ള സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് BJP RSS പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, സുനിലാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പെട്ടെന്ന് പ്രഖ്യാപിച്ച ഹർത്താലിൽ ജനം വലയുകയാണ്. ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ ദുരിതത്തിലാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ അടക്കമുള്ള വാക്കുകളിലേക്ക്. டீசல் இல்லையே, இப்போ டீசல் எங்கே ஸ்ட்ரைக்கிங்கில் பங்க்லாம் என்ன பண்ணுறது? நாங்கள் எப்படி சேலம் போகிறது? நீங்கள் தான் சொல்லணும். சேலம் நாங்கள் எப்படி போகிறது? எப்படி போகிறது? இப்படி திடீர்னு பிரச்சனை ஆச்சுன்னா பொதுமக்களுக்கு எவ்வளோ பாதிப்பு, என்ன பண்றது? நம்ம திடீர்னு ஒரு நாள் ப்ரோக்ராம் பண்ணிட்டு வரோம், டீசல் பங்க்லாம் இல்லையா, எக்ஸ்பென்சஸ். இப்போ நாங்கள் போட்டிங் முடிச்சுட்டு வந்துட்டோம், எங்களுக்கு தெரியாது, இப்போதான் தெரியும் காலையில் ஸ்ட்ரைக்குன்னு. ஆமாம், இப்போ எல்லாமே 1000 ரூபா சொல்கிற போட்டெல்லாம் இப்போ 5000 சொல்கிறாங்க. ரூம்ஸ் எல்லாம் 2000 3000 எக்ஸ்ட்ரா சொல்கிறாங்க திடீர்னு. என்ன பண்ணுறது? இப்படி என்ன காரணத்தினால ஸ்ட்ரைக்குன்னு எங்களுக்கு தெரியாது. பொதுமக்களுக்கு டூரிசமுக்கு ரொம்ப பாதிப்பு. हम यहाँ पे घूमने आए हैं। सब बच्चे लोग पूरा आता है ना? हाँ, घूमने आए हैं। हड़ताल है ना इधर? हड़ताल है, अब हम हाउस बोट का वेट कर रहे हैं, लेकिन कोई सब मना कर रहे हैं। खाना खाया कुछ भी नहीं है। बहुत परेशानी है। सुबह से बच्चों ने ना दूध पिया है, ना चाय पिया है, ना नाश्ता मिला है। सब बच्चे परेशान हैं, भूख के लिए जिद कर रहे हैं। हम भी यहाँ परेशान हैं, इतनी दूर से आए सिर्फ LFP घूमने के लिए, और ना हमें बोट मिल रही है। सब मना कर दे रहे हैं, स्ट्राइक है।
पूरे समय से परेशान हो रहे हैं। ये 9:30-10 बज रहा है, बच्चों ने कुछ नहीं खाया, जो पास में बिस्किट था सिर्फ वही खिलाया है। बाहर पूरा बंद है, आने के लिए ऑटो नहीं था, ऑटो पैदल आए हैं यहाँ तक। अभी रेलवे स्टेशन जाना है, कुछ भी नहीं है, ऑटो है ना, बस मिल ही नहीं रहा कुछ भी। നൈറ്റൊക്കെ ഹർത്താൽ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ ഞായറാഴ്ച ദിവസമാണ്, നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നതാണ്, പലരും പല ആവശ്യങ്ങളുമായിട്ട് വന്നതാണ്. ഒരു കാര്യമില്ല, ഒരാൾ മരിച്ചത് നമുക്കും വിഷമമുണ്ട്. പക്ഷേ രാത്രി ഒരു 11 മണിക്കൊന്നും ഹർത്താൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. നാളെ സമയമുണ്ട്, തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ചയുണ്ട്, ബുധനാഴ്ചയുണ്ട്, ബാക്കി ആഴ്ചയിൽ 6 ദിവസമുണ്ട്. നമുക്ക് അപ്പോഴൊക്കെ ഹർത്താൽ വെക്കാൻ കേട്ടോ. നമ്മളെല്ലാവരും ഒരാൾ മരിച്ചു, അതിനെല്ലാം നമുക്കും വിഷമമുണ്ട്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് രാത്രി വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒത്തിരി പേരുണ്ട് ഇവിടെ പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു, ആർക്കും ഒന്നുമില്ലാണ്ട് എല്ലാവരും വെറുതെ നിൽക്കുകയാണ്. രാവിലെ പോകാൻ പറ്റുന്നില്ല നമുക്കിവിടെ. നമ്മൾ രാവിലെ 9 മണിക്ക് ഹൗസ് ബോട്ടിൽ ഇറങ്ങിയതാണ്. BJP-ക്കാർ ഇത് എത്രാമത്തെ ഹർത്താലെന്ന് അവർ തന്നെ സ്വയം കയ്യിൽ എണ്ണിയാൽ പോലും തീരൂല, കൈയും കാലും ഒക്കെ എണ്ണി നോക്കിയാലും തീരൂല. 217 218 ഹർത്താലാണിത്. മിനിറ്റ് ഹർത്താൽ വെച്ചാൽ അടിപൊളിയായിരിക്കും ചേട്ടാ, സൂപ്പറാണ്. ഞാൻ നമിച്ച് നമോ ഭാഗം. ഉത്തരേന്ത്യയിൽ നിന്നടക്കമുള്ള ടൂറിസ്റ്റുകളുടെ അടക്കമുള്ള പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ച ഹർത്താൽ ഏത് തരത്തിലാണ് ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത്? ആലപ്പുഴ ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ലോകത്ത് തന്നെ മികച്ച ഒരു ടൂറിസം കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശീയരടക്കമുള്ള വിനോദസഞ്ചാരികൾ നിരവധിയാണ് ഇവിടെ എത്തുന്നത്. പ്രതിദിനം 10,000-കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ എത്തുന്നു. ഇവർ രാത്രിയിൽ ഹൗസ് ബോട്ടിൽ അന്തി ഉറങ്ങിയിട്ട് രാവിലെയാണ് ഇവർ തിരിച്ചു പോകൽ സാധാരണ പതിവ്. ഇത്തരത്തിൽ ഇവർ ഇന്നലെ രാത്രിയിലും ഹൗസ് ബോട്ടിൽ കയറിയതാണ്. നേരം പുലർന്നതിന് ശേഷം പുറത്തു വന്നപ്പോഴാണ് ഇത്തരത്തിൽ അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച വിവരം അറിയുന്നത്. കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് പേർക്ക് ഭക്ഷണം മറ്റൊന്നുമില്ല. ഹൗസ് ബോട്ടിൽ നിന്നും രാവിലെ ഇവർ ഇറങ്ങിയ വേണം. മറ്റ് ഹോട്ടലുകളിൽ പോകാനുള്ള സംവിധാനമില്ല, യാത്രാ സംവിധാനങ്ങളില്ല. മാത്രമല്ല ഇവർ വന്ന വാഹനത്തിലാണ് തിരിച്ച് ഇവരുടെ യാത്ര തിരിച്ച സ്ഥലത്തെത്തുന്നതിനുള്ള പെട്രോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല, പെട്രോൾ പമ്പുകളില്ല. ഇത്തരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ആലപ്പുഴയിൽ ടൂറിസം മേഖലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനുള്ള സൗകര്യം പോലും എന്തായാലും വളരെയധികം ദുരിതത്തിലാണ് ജനങ്ങൾ. സാധാരണഗതിയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങൾക്ക് മുൻകരുതലെടുക്കാനുള്ള അവസരം കിട്ടും. മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ ടൂറിസം മേഖലയ്ക്ക് തന്നെ അത് കനത്ത തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പല മേഖലകളിൽ നിന്നും ഇന്ന് അവധി ദിവസം ആഘോഷിക്കാൻ ആലപ്പുഴയിലെത്തിയ പല ടൂറിസ്റ്റുകളും ഹൗസ് ബോട്ട് ഹർത്താലിനെ തുടർന്ന് യാത്ര ചെയ്യാതിരുന്നതോടുകൂടി ഇവർക്ക് ഭക്ഷണവും മറ്റുമില്ലാതെ ഇവർ ഈ കായലിന്റെ ശേഷത്തിൽ തന്നെ ഇരിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ടൂറിസം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കായൽ ടൂറിസത്തിനായിട്ട് ആലപ്പുഴയിലെത്തിയത്. ഇത്തരത്തിൽ നിരവധി ദുരിതങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ആലപ്പുഴയിലുള്ള പെട്രോൾ പമ്പുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന റിപ്പോർട്ടുകളും നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ പിന്നീട് പോലീസ് എത്തിയ ശേഷം മാത്രമാണ് ഇത് പുനഃക്രമീകരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ ഇപ്പോൾ സിവിൽ സപ്ലൈസിന്റെ ഒരു പമ്പ് മാത്രം പോലീസിന്റെ സഹായത്തോടു കൂടി തുറന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാർക്ക് അത് വളരെ സഹായകരമായിട്ടുണ്ട്. ദൂരദേശത്ത് നിന്നും വന്ന പലരും ഇപ്പോൾ ഇവിടെ നിന്നും ഇന്ധനം നിറച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ ഹർത്താൽ അനുകൂലികൾ ഇത് അടപ്പിച്ചതാണ്. പക്ഷേ എങ്കിൽ പോലും നാട്ടുകാരുടെയും ജനങ്ങളുടെയൊക്കെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഈ പമ്പ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും റോഡ് സൈഡിലും മറ്റും കുത്തിയിരിക്കുകയാണ്. ഭക്ഷണവും മറ്റും ഇല്ലാതെ വളരെയധികം ദുരിതങ്ങളാണ് ഇപ്പോൾ ഈ ടൂറിസം മേഖലയായിട്ടുള്ള ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷാജഹാൻ, ഇവിടെ പ്രതികരിച്ചവരിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി കുട്ടികൾക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല, ഒപ്പം തന്നെ താമസിക്കാനൊരു ഇടം കണ്ടെത്താനാവാത്ത ബുദ്ധിമുട്ടുന്നവരെയൊക്കെ വാക്കുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അത്തരത്തിൽ തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ ഇവർക്കായി ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസികളാണ്. അത്തരത്തിലുള്ള ഏജൻസികൾക്ക് പലർക്കും അവരുടെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ബുക്കിംഗ് കഴിഞ്ഞാൽ അവർക്ക് ഇവരുമായിട്ട് യാതൊരുവിധ ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് തന്നെ അവർ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം സ്വന്തം അവരുടെ താല്പര്യപ്രകാരമാണ് അവരുടെ യാത്രയും മറ്റും. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ബുക്ക് ചെയ്ത ഏജൻസികൾ ഇവരുടെ സഹായത്തിനെത്തില്ല. ഇത്തരത്തിൽ ഇത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ അവർക്ക് ഭാഷയും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രശ്നമായി. അതോടൊപ്പം തന്നെ ഭക്ഷണവും യാത്രാമാർഗവും ഒക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ട്രെയിനിൽ വന്ന നിരവധി യാത്രക്കാരെ കാണാൻ സാധിക്കും. അവർക്കൊക്കെ തന്നെ മടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള സംവിധാനം പോലുമില്ല. കൊച്ചുകുട്ടികളുമടക്കം കിലോമീറ്ററുകളോളം നടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. എന്തായാലും വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലെങ്കിൽ പോലും ഇത്രയും സമയം എങ്ങനെ ഭക്ഷണവും മറ്റുമില്ലാതെ കഴിഞ്ഞു കൂടുമെന്നുള്ളൊരു അവസ്ഥയാണ് അവർക്കുള്ളത്. ഹർത്താലിനെ അവർ എതിർക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ പാതിരാത്രിയിലും മറ്റും ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റ് ജനങ്ങൾക്ക് എങ്ങനെ നേരിടും, അല്ലെ അവർ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർ ആലോചിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ
ഈ ആളുകളുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. ഷാജഹാൻ, ഇത്തരത്തിൽ ടൂറിസ്റ്റുകളെ ബാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴയിൽ BJP ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ പൊതുവെ സമാധാനപരമെന്ന് പറയാനാകുമോ? അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സ്വാമി, ആലപ്പുഴയിൽ BJPക്ക് അത്ര കാര്യമായിട്ടുള്ള ഒരു മേൽക്കൈ നേടാൻ കഴിയാത്ത സ്ഥലമാണെങ്കിൽ പോലും അവർക്ക് മേൽക്കൈയുള്ള പല പ്രദേശങ്ങളിലും റോഡുകൾ ഉപരോധിച്ചുകൊണ്ടും മറ്റും ഇപ്പോഴും പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇതിനുശേഷം പോലീസും മറ്റും ഇടപെട്ടുകൊണ്ടാണ് ഇത് പുനഃക്രമീകരിച്ചുകൊണ്ട് വീണ്ടും യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം BJPക്ക് അത്ര വലിയ ഒരു വേരോട്ടമില്ലാത്ത പ്രദേശമാണ്. പക്ഷേ എങ്കിൽ പോലും ചില പോക്കറ്റുകൾ ഇവർക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി ഷാജഹാൻ, ഇപ്പോൾ ഹർത്താലിന്റെ മറവിൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു. കോട്ടയത്ത് മാധ്യമപ്രവർത്തകരെ ഇത്തരത്തിൽ ഹർത്താൽ അനുകൂലികൾ ആക്രമിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി TP പ്രശാന്ത് കൂടി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? കോട്ടയം നഗരത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകരുടെ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഹർത്താൽ അനുകൂലികൾ പ്രകടനമായി വരികയും അവർ വാഹനങ്ങൾ തടയുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് ചിത്രീകരിച്ചിരുന്ന ക്യാമറാമാൻമാർക്ക് നേരെ ഇവർ പാഞ്ഞെടുക്കുകയായിരുന്നു. അസഭ്യവർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ക്യാമറ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ACV ന്യൂസിന്റെ ക്യാമറാമാനായിട്ടുള്ള അനിൽ ആലുവ, അതുപോലെ തന്നെ മറ്റൊരു ക്യാമറാമാനായിട്ട് ലിവിൻ കെ ഉമ്മൻ തുടങ്ങിയവർക്കാണ് നേരെയാണ് ഇവർ തട്ടിക്കയറിയത്. ഒപ്പം ജനൻ ടിവിയുടെ ക്യാമറാമാന് നേരെയും റിപ്പോർട്ടർക്ക് നേരെ അതിക്രമം അടക്കമുണ്ടായി. വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിൽ വലിയൊരു ഭീകരാന്തരീക്ഷം തിരുനക്കരയ്ക്ക് ചുറ്റും സൃഷ്ടിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഉള്ള ഒരു ഭീകരാന്തരം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കോട്ടയം നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ BJPയുടെ മറ്റ് നേതാക്കളടക്കം ഉള്ളവർ ഇപ്പോൾ ക്ഷമാപണമെന്തെങ്കിലും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം പ്രവർത്തകരെ അല്ലെങ്കിൽ കൈയഴിഞ്ഞു വിട്ടുകൊണ്ട് എന്ത് അതിക്രമം നടത്തിക്കൊള്ളൂ എന്നുള്ള ഒരു മൗനാനുഭവത്തോട് നിൽക്കുന്ന നേതൃത്വത്തിനെതിരെ അടക്കം മാധ്യമപ്രവർത്തകർ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രശാന്ത്, ക്രമസമാധാനം പൂർണ്ണമായും തകരുന്ന നിലയിലേക്ക് ഹർത്താൽ അനുകൂലികൾ പെരുമാറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലേക്കുള്ള വലിയൊരു പ്രതിഷേധമാണ് ഇവർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു അതിക്രമ സ്വഭാവം അല്ലെങ്കിൽ അക്രമ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് എല്ലാ പ്രവർത്തകരോടും ഇവിടെ എത്താൻ പറയുന്നു. ഒപ്പം കോട്ടയം നഗരത്തിൽ വാഹനങ്ങളടക്കം ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങളടക്കം തടയുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അത്തരത്തിൽ വലിയൊരു അക്രമ സ്വഭാവം അല്ലെങ്കിൽ അക്രമ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിത്രീകരിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. കാരണം കോട്ടയത്ത് ഇതിനു മുമ്പും നിരവധി ഹർത്താലുകളും മറ്റുമെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് നേരെ ആരും തട്ടിക്കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള സംഭവം കൂടി ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. BJP ആഹ്വാനം ചെയ്ത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഹർത്താലിന്റെ മറവിൽ പല സ്ഥലങ്ങളിൽ നിന്നും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോട്ടയത്ത് മാധ്യമപ്രവർത്തകന് നേരെ ഹർത്താൽ അനുകൂലികളുടെ ആക്രമണമുണ്ടായി. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവാവ് വെട്ടേറ്റ് മരിച്ച സംഭവവുമായി CPM-ന് ബന്ധമില്ലെന്ന് ആനാവൂർ നാഗപ്പൻ. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. ഈ സംഭവം ആ പ്രദേശത്ത് ചില ആളുകൾ തമ്മിലുള്ള വ്യക്തിപരമായ കുടിപ്പകയുടെ ഭാഗമായി ഉണ്ടായതാണ്. കൊലപാതക കേസിലെ പ്രതികളായ ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ ബന്ധവും ഈ കൊലപാതകത്തിനില്ല. ഈ കൊലപാതകവുമായി CPM-ന് യാതൊരു ബന്ധവുമില്ല. ഇക്കാര്യത്തിൽ ഈ കൊലപാതകത്തെ ഞങ്ങൾ അപലപിക്കുകയാണ്. ഇവിടെ സമാധാനപരമായ ജീവിതം നയിക്കുന്ന ജനങ്ങൾക്ക് എതിരായി ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായി BJP പരിശ്രമിക്കുകയാണ്. അത് ശരിയായതല്ല. ഈ സംഭവവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. സംസ്ഥാനത്തെ അക്രമം തടയുന്നതിൽ പോലീസ് പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കണ്ണൂരിന്റെ ആവർത്തനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും ചെന്നിത്തല കോഴിക്കോട് വ്യക്തമാക്കി. ആഭ്യന്തര വകുപ്പ് ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അക്രമങ്ങൾ ഉണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ബാധ്യസ്ഥമായ പോലീസ് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ടായ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ ഫലപ്രദമായി നേരിടുവാനും അത് BJP-ക്കാർ കുറ്റം ചെയ്താലും CPM-കാർ കുറ്റം ചെയ്താലും രണ്ടുപേരുടെ പേരിലും നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു?
ഇൻ്റലിജൻസ് സംവിധാനം ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ക്രമസമാധാന നിലനിർത്തുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു പരാജയമാണ് എന്നുള്ളതാണ്. ജീൻ പോൾ ലാലിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് സിനിമയുടെ CD പരിശോധിച്ചു. ഹണിബി 2ന്റെ മേക്കപ്പ് മാനെ പോലീസ് ചോദ്യം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നികേഷ് ചേരുന്നുണ്ട്. നികേഷ്, വിവരങ്ങൾ. സോമി, ഹണിബി 2 എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ജീൻ പോൾ ലാലിനെതിരായ പുതുമുഖ നടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ സംവിധായകനെതിരെ പെൺകുട്ടി 2 ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. 2 പരാതികളാണ് പോലീസിൽ നൽകിയിരുന്നത്. ഒന്ന്, ചിത്രത്തിന് പ്രതിഫലം ചോദിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ തന്റെ ഭാഗം മറ്റൊരു നടിയെ വെച്ച് ബോഡി ഡബിൾ ആയി ചിത്രത്തിൽ കാണിച്ചു എന്നായിരുന്നു ഈ പുതുമുഖ നടിയുടെ പരാതി. ഇത് സംബന്ധിച്ച് പനങ്ങാട് പോലീസാണ് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ CD പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ രണ്ടാമത് പറഞ്ഞ പരാതി കഴമ്പുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ നടിയുടെ ഒരു രംഗത്തിൽ നടി പ്രത്യക്ഷപ്പെടുകയും അടുത്ത രംഗത്തിൽ ഈ പെൺകുട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് പെൺകുട്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം മറ്റൊരു നടിയെ അത്തരത്തിൽ നിർത്തിക്കൊണ്ട് വ്യാജമായി ഈ പെൺകുട്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഉപയോഗിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ സെൻസർ ചെയ്യാത്ത കോപ്പിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സെൻസർ ചെയ്യാത്ത കോപ്പി ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ നടൻ സംവിധായകൻ ലാലിന്റെ മകനായ ജീൻ പോൾ ലാലാണ് 1ാം പ്രതി. അതോടൊപ്പം തന്നെ യുവതാരമായ ശ്രീനാഥ് ഭാസി, ഈ ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകരായ അനൂപ്, അനിരുദ്ധ് എന്നിവരാണ് പ്രതികൾ. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിലെ മേക്കപ്പ് മാനെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരാളെ വേഷമിടിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് പകരം ഉപയോഗിച്ചത് എന്നാണ് പോലീസ് പ്രധാനമായും ഇയാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയിൽ നിന്ന് തൃക്കാക്കര CI മൊഴിയെടുത്തിരുന്നു. 3 മണിക്കൂറോളം ആണ് മൊഴിയെടുത്തത്. ഈ മൊഴിയിൽ പെൺകുട്ടി ഈ പരാതികൾ എല്ലാം ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം നവംബർ 16-ന് കേസിനാസ്പദമായ സംഭവം നടന്നത്. അതായത് ഈ ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിനത്തിൽ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും പിന്നീട് അഭിനയം മോശമാണെന്ന് കണ്ടതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയുമാണ് ചെയ്തത്. ഈ വിവരം ജീൻ പോളിന്റെ പിതാവായ ലാൽ സമ്മതിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചത്, ബോഡി ഡബിൾ ഉപയോഗിച്ചു എന്നത്. അതിന് പോലീസിന് ഏറെക്കുറെ സ്ഥിരീകരണം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ടോമി. ശരി, നികേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സുപ്രധാനമായ മറ്റൊരു വാർത്തയിലേക്ക്. ശ്രീകാര്യം കൊലപാതകത്തിൽ പ്രതികളെ പിടിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എവിടെ നിന്നാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? RSS പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ പ്രതികളെ പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചിട്ടുള്ളത്. കാട്ടാക്കട പുലിപ്പാറയിൽ നിന്നാണ് ഇവിടെ ഒളിവിൽ താമസിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ പോലീസിന്റെ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്ക് പുലർച്ചെ തന്നെ എത്തുകയും ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തത്. ഗിരീഷ്, മഹേഷ്, പ്രമോദ് എന്നിവരെയാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. പ്രതികളെ പോലീസ് ഓടിച്ചിട്ടാണ് പ്രതികളെ പിടികൂടുന്നത്. കാരണം പോലീസ് അറിഞ്ഞതിന് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ പരിസര പ്രദേശത്ത് നിന്ന് തന്നെ ബൈക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേന്ദ്രീകരിച്ച് റബ്ബർ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് പരിശോധന നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഇവരെ പിടികൂടാനായത്. ഈ പ്രതികളെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിലേക്ക് എത്തിക്കും. അതിനുശേഷം വീണ്ടും ഇവരെയും കൂടെ ചേർത്തുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകുന്ന ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും കേസിൽ ആകെ 7 പ്രതികൾ ഉള്ളതിൽ 6 പേരെയും പിടികൂടിയതായി തന്നെയാണ് ഇപ്പോൾ DGP നൽകിയിരിക്കുന്ന വിവരം. ഒരാളെ കൂടെ ഈ പരിസര പ്രദേശത്ത് തന്നെ ഒളിവിൽ കഴിയുന്നു എന്നാണ്. വിഷ്ണു എന്ന ഒരാൾ കൂടെ ഈ പരിസര പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രത്യേക ടീം തിരിഞ്ഞാണ് ഇവർക്കെതിരെ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു നിഗമനം അനുസരിച്ച് പോലീസ് പറയുന്നത് ഇത് ഗുണ്ട കുടിപ്പകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്ന ഒരു കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇക്കാര്യം
പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ട് DGP തന്നെ ഇക്കാര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. സുനിൽ, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം, കാട്ടാക്കട പുലിപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഇവരിവിടെ ഒളിവിലുണ്ടെന്നുള്ള കാര്യം രഹസ്യമായി അറിയിക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്? അതായത് ഈ കൊലപാതകം ഇന്നലെ നടന്ന സമയം മുതൽ തന്നെ പോലീസ് കനത്ത നിരീക്ഷണത്തിലും അതുപോലെ തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുമായിരുന്നു. പോലീസിന് രഹസ്യ വിവരം ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പ്രത്യേക ടീമുകളായി തിരിച്ചു തന്നെ പോലീസ് ഇവർക്കെതിരെ അന്വേഷണം നടത്തുകയായിരുന്നു. അതായത് ഈ മണിക്കുട്ടനുമായി അടുത്ത് ഇടപഴകുന്ന ഒരു സുഹൃത്താണ് വിഷ്ണു എന്ന് പറയുന്ന സുഹൃത്ത്. ഈ വിഷ്ണുവിന്റെ വീട് കാട്ടാക്കടയാണ്. കാട്ടാക്കട പുലിപ്പാറയാണ് വിഷ്ണുവിന്റെ വീട്. അങ്ങനെയാണ് പോലീസ് അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇവർക്ക് പുലിപ്പാറയില് ഈ വീടിന്റെ പുറകുവശത്തായി ബൈക്ക് ഉപേക്ഷിച്ച് ഒരു ബൈക്ക് അത് മൂടിയിട്ടിരിക്കുന്ന നിലയിലും കണ്ടെത്തിയത്. ഈ ബൈക്കിൽ രക്തക്കറകളുടെ പാട് ഉണ്ട് എന്നുള്ളതും പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് 3 ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സമീപ പ്രദേശത്ത് ഇവർ ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ റബ്ബർ എസ്റ്റേറ്റിനിടയിലേക്ക് ഇവർ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ പിടികൂടുകയുമായിരുന്നു. ഇവർ പോലീസിനെ കണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി തന്നെ വന്നതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാനായി എന്നുള്ളതാണ്. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളെ ഇപ്പോൾ നന്ദാവനത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ് ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്തത്, എന്തായിരുന്നു ഇതിന് പിന്നിലെ റീസൺ എന്നുള്ളത് സംബന്ധിച്ച് വിശദീകരണമൊക്കെ ഉണ്ടാകും. അത് DGP തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് DGP നേരത്തെ തന്നെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. 7 പേരെയും ഉടൻ തന്നെ പിടികൂടും എന്നുള്ളൊരു നിഗമനം തന്നെയാണ്. അതിൽ ഒരാൾ വിഷ്ണുവിനെയാണ് ഇനി പിടികൂടാനായിട്ടുള്ളത്. ഈ ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ ഈ കാട്ടാക്കട നെയ്യാർഡാം പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തുന്നത്. കാരണം ഇവർ ഇന്നലെ ഈ കൊലപാതകം നടത്തിയ ശേഷം എല്ലാവരും ഒരുമിച്ച് തന്നെ ഇവിടേക്ക് വരികയായിരുന്നു എന്നുള്ളൊരു നിഗമനം ആ പോലീസിന് അത്തരത്തിലുള്ള രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് നിർദ്ദേശം ഷാഡോ പോലീസിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഷാഡോ പോലീസും അതുപോലെ തന്നെ കമ്മീഷണർ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമും രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ ഈ സംഭവം നടന്ന ആ മണിക്കൂർ മുതൽ തന്നെ പ്രത്യേക നിരീക്ഷണം നടത്തുകയും ഇത്തരത്തിൽ ഈ പ്രതികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും ഇവിടെ നിന്ന് പ്രതികളെ ഈ സംഭവം നടന്ന മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. വാർത്ത വിരൽത്തുമ്പിലെത്തിക്കാൻ പുതിയ വാർത്താ ആപ്ലിക്കേഷനുമായി കൈരളി ന്യൂസ് ഓൺലൈൻ രംഗത്ത്. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ കണക്കിലെടുത്ത് കെട്ടിലും മട്ടിലും നൂതന ഭാവത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. 17ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ പുതിയ സംരംഭമായ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കൈരളി കുടുംബത്തിൽ നിന്ന് ഒരു വാർത്താ ആപ്ലിക്കേഷൻ. മലയാളികളുടെ വാർത്താ ശ്രേണിയിലേക്ക് കൈരളി കുടുംബത്തിന്റെ നൂതന സംരംഭമായ കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ കൂടി എത്തുന്നതോടെ വാർത്തകൾ ഇനി ഓരോ മലയാളിക്കും തൊട്ടറിയാം. മാറുന്ന കാലത്തിന്റെ അതിവേഗം മാറുന്ന പ്രസരണ രീതിയിലേക്ക് കൈരളി കൂടി ചുവടുവെക്കുന്നതോടെ മലയാള മാധ്യമലോകത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കൈരളി ഓൺലൈൻ ന്യൂസ് വിഭാഗത്തിന്റെ പുതിയ ആപ്ലിക്കേഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള 5000-ഓളം ആളുകൾ കൈരളി വാർത്തയുടെ ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തത് വരാനിരിക്കുന്ന ഹിറ്റിന്റെ സൂചനയായി മാറി. കോർപ്പറേറ്റുകൾ ചേർന്നു നിയന്ത്രിക്കുന്ന മാധ്യമലോകത്ത് കൈരളി വ്യതിരിക്തതയോടെ നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിന് ഈ നൂതന സംവിധാനം ഉപകാരപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. കൂടുതൽ ആളുകളിലേക്ക് കൈരളി TV-യുടെ ആശയങ്ങൾ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭം ആപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി നാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വർത്തമാനകാലത്തിന്റെ എല്ലാ വാർത്താ ഉള്ളടക്കവും ഒത്തുചേരുന്നതാവും കൈരളി ന്യൂസ് ഓൺലൈൻ എന്ന് ചെയർമാൻ മമ്മൂട്ടി സാക്ഷ്യപ്പെടുത്തി. ലോകത്തിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൂടുതലുണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടെ ഈ ആപ്പിന് ഉപകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാളികൾ വാർത്തയറിയുന്ന രീതിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി കൈരളിയും ഒപ്പം ചുവടുവെക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് നടക്കുന്നത് മൾട്ടി കാസ്റ്റാണ്. നമ്മളുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സൃഷ്ടി, ഉള്ളടക്കം, അത് നമ്മൾ വിചാരിക്കാത്ത 100 കണക്കിന് പ്രതലങ്ങളിലാണ് അത് തത്തിക്കളിക്കുന്നത്.
കൈരളി ന്യൂസ് ടവറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ വിജയരാഘവൻ, ടി ആർ അജയൻ, അഡ്വക്കേറ്റ് എം എം മോനായി, വി കെ മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ, എ കെ മൂസ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൈരളി TV സീനിയർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ എം വെങ്കിട്ടരാമൻ നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 4 ചാനലുകളുടെ നിയന്ത്രണാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷന്റെ 5ാം ഇന്ദ്രിയമായി മാറാൻ ഒരുങ്ങുകയാണ് പുതിയ ആപ്ലിക്കേഷൻ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.